ഹലോ ഗായ്സ്. സോ ഇതൊരു ജസ്റ്റ് ഒരു വ്ളോഗ് ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ വന്നപ്പോൾ ഞങ്ങൾ ഒരു 1 വീക്ക് ബിഫോർ ഞങ്ങൾ വാഗമൺ പോയായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ പോയ കുറച്ച് ക്ലിപ്സുകളും ഫോട്ടോസും ഒക്കെ കൂടെ ആഡ് ചെയ്ത് ഒരു വ്ളോഗ് പോലെ ചെയ്താലോ എന്നുള്ളൊരു ഐഡിയയിൽ ചെയ്തതാണ്. ആൻഡ് ഞങ്ങൾ ഫാമിലിയായിട്ട് അച്ഛനമ്മ ആൻഡ് ഞാനും എൻ്റെ അനിയനും അങ്ങനെ ഞങ്ങൾ 4 പേരായിട്ട് കാറിനാണ് പോയത് വാഗമൺ. സോ 2 ഡേ ട്രിപ്പ് എന്ന രീതിക്കാണ് ഞങ്ങൾ വാഗമൺ പോയത്. ആൻഡ് അവിടെ ഞങ്ങളൊരു നൈസ് വ്യൂ ഒക്കെ ഉള്ള ഒരു ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്ത് മറ്റേ ജോസഫ് അങ്ങനെ കുറേ മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വഴിയാണ് ഞങ്ങൾ വാഗമൺ പോയത്. അപ്പോൾ പോണ വഴി ഞങ്ങൾ കുറേ വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി നിന്നു. ആൻഡ് ഈ റോഡ് നല്ല വ്യൂ ഉള്ളതുകൊണ്ട് അവിടെയും ഇറങ്ങി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ അതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. ആൻഡ് റൂം ഞങ്ങൾ ഹിൽമോങ്ക് എന്ന് പറഞ്ഞിട്ട് വാഗമൺ അവിടെയുള്ള ഒരു റിസോർട്ടായിരുന്നു. ആൻഡ് അവിടെ എത്തി ഞങ്ങൾ ഫ്രഷായി. പിന്നെ ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റ് പോയി. പൈൻ ഫോറസ്റ്റ് അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ക്രൗഡഡ് ആയിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങളവിടെ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അഡ്വഞ്ചർ പാർക്ക് പോയി. അഡ്വഞ്ചർ പാർക്കിൽ ഇവിടെ നിന്നേ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു VR ബോക്സിങ് ചെയ്യണം എന്ന്. ലൈക്ക് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ എന്തായാലും പോകണം എന്നുള്ള രീതിക്ക് അവിടെ പോയി. എൻ്റെ ആ ചേട്ടൻ കുറേ അഡ്വൈസും കാര്യങ്ങളും എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ കണ്ട് അവനത് പഠിച്ച് ചെയ്തു. ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഞാൻ ഒരു സിപ്പ് ലൈൻ കയറി. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് സേഫ് റൈഡായിരുന്നു. ആൻഡ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആൻഡ് അവിടുത്തെ ബാക്കി റൈഡ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അച്ഛനമ്മ വേറെ റൈഡ് അങ്ങനെയൊന്നും കയറിയൊന്നുമില്ല. ഞങ്ങൾ റൈഡ്സും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം അവിടെയൊക്കെ കണ്ടു. കുറച്ച് നേരം അവിടെ നടന്നു, പിക്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് താഴെ ഒരു ഫ്ലവർ ഗാർഡൻ എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. പിന്നെ കുറച്ച് നൈറ്റ് ആയപ്പോൾ അവിടെ ഒരു ഫൗണ്ടെയിൻ ഡാൻസ് അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഡേ ഞങ്ങളങ്ങനെ എൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ വന്നു. എന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അത് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം.